സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറിയിൽ മാത്രമെന്ന സൂചന. ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇതിനായി പ്രയോജനപ്പെടുത്തും. UDF പ്രഖ്യാപിച്ച KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാകുക എന്ന റിപ്പോർട്ട്. എന്നാൽ വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കും. സംസ്ഥാനത്താകെ 4700ഓളം KSRTC ബസ്സുകളാണുള്ളത്. ഇതിൽ 3000ഓളം ഓർഡിനറിയാണ്. ഇവയിൽ 300 സിറ്റി ഫാസ്റ്റുകൾ ഒഴികെയുള്ള ബസ്സുകളിലാകും സൗജന്യ യാത്ര. 1400 സൂപ്പർ ക്ലാസുകളും 300 ഫാസ്റ്റുകളുമുണ്ട്. നിലവിൽ ഒരു ഓർഡിനറി ബസ്സിൽ ദിവസം 700 മുതൽ 1000 പേരാണ് യാത്ര ചെയ്യുന്നത്. കർണാടക, പഞ്ചാബ്, തെലങ്കാന, ആന്ധ്ര എന്നിവിടങ്ങളിൽ സ്വദേശികളായ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ പ്രത്യേക കാർഡുകൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഇതില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കും. തമിഴ്നാട്ടിലും ഇതേ മാതൃകയാണ്. പ്രവർത്തന ചെലവ് കൂടിയ ഡീസൽ ബസ്സുകൾ ഉപയോഗിച്ച് സൗജന്യ യാത്ര അനുവദിക്കുന്നത് പ്രായോഗികമല്ല. ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പദ്ധതികളുണ്ട്. രണ്ടാം പിണറായി സർക്കാർ ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. കേന്ദ്രത്തിന്റെ ഈ സഹായം ഉപയോഗിച്ചായിരിക്കും സൗജന്യ യാത്ര അനുവദിക്കുക. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ കുടുംബാംഗങ്ങളായ പുരുഷന്മാരും യാത്ര ചെയ്യുമെന്നും ഇത് അധിക വരുമാനം ഉണ്ടാക്കുമെന്നാണ് KSRTCയുടെ പുതിയ സിദ്ധാന്തം. സൗജന്യ യാത്രയ്ക്ക് ഓർഡിനറി ബസ്സുകളിൽ മാസം വേണ്ടത് 54 കോടി രൂപ. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കിയേക്കും. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കാനാണ് ആലോചിക്കുന്നത്. KSRTCക്ക് ആകെ 5280 ബസ്സുകളാണുള്ളത്. അതിൽ 3200 ഓർഡിനറിയാണ്. സർവീസ് നയിക്കുന്ന 4700 ബസ്സുകളിൽ 2700 താഴെയാണ് ഓർഡിനറി ബസ്സുകൾ. സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ ഓടുന്ന ബസ്സുകളിൽ സൗജന്യം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഓർഡിനറി ബസ്സുകളിൽ 50%-ലേറെയും സ്ത്രീ യാത്രക്കാരാണ്. സൗജന്യം നടപ്പിലാക്കുമ്പോൾ സ്ത്രീ യാത്രക്കാർ 60% ആകുമെന്നാണ് KSRTC മാനേജ്മെന്റ് കണക്കാക്കുന്നത്. പ്രതിദിനം 2 കോടിയോളം രൂപയും മാസം 54 കോടിയും വരുമാന നഷ്ടമുണ്ടാകും. ഈ നഷ്ടം പരിഹരിക്കുന്ന സാമ്പത്തിക പാക്കേജ് KSRTCക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മാനേജ്മെന്റ്.